ഇടവക സെൻറ്റിനറി സെലിബ്രേഷൻ്റെ ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇടവക വികാരി ബഹുമാനപ്പെട്ട മാത്യു കെ ജാക്സൺ അച്ഛൻ, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹോദരി, കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ, നമ്മുടെ തിരുവല്ലായുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ബഹുമാനപ്പെട്ട CM വർഗീസ് അച്ഛൻ, ഡോക്ടർ റവറൻ സക്കറിയ ജോൺ അച്ഛൻ, ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ തമ്പാൻ ഡി ജോർജ് ഇന്ന് ആദരിക്കപ്പെടുന്നവരാണ്. അവരോടൊപ്പം 50 വർഷം ദാമ്പത്യ ജീവിതം പൂർത്തീകരിക്കുന്നവർ, അവരെയും ആദരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ഇടവക സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചൻ, വാർഡ് കൗൺസിലർ ശ്രീമതി മിനു ജോബി, ബഹുമാനപ്പെട്ട റെഞ്ചി വർഗീസ് അച്ഛൻ, കൊയർ അംഗങ്ങൾ, പ്രത്യേകിച്ച് ശതാബ്ദി ഗാനം പാടിയ കൊയർ അംഗങ്ങൾ, പ്രിയ വിശ്വാസ സമൂഹം, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വളരെയധികം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ഞാൻ ആയിരിക്കുന്നത്. എബനേസർ മാർത്തോമ്മ ഇടവക അതിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. 2027 മെയ് മാസം 17-ാം തീയതി അത് കൺക്ലൂഡ് ചെയ്യുന്നതുമാണ്. ഈ സെൻറ്റിനറി സെലിബ്രേഷൻ്റെ അനുഭവങ്ങളിൽ ഇടവകയായി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഓരോരോ മനുഷ്യ നന്മയെ ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ സാക്ഷ്യം നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനറൽ കൺവീനർ ശ്രീ തോമസ് പി പ്രസാദ് ഒരു വിവരണം നൽകിയല്ലോ. ആ നല്ല അനുഭവങ്ങൾ അത് ഇടവകയുടെ സാക്ഷ്യത്തിന്, ചുറ്റുപാടുകൾക്ക് വെളിച്ചം പകരുന്നതിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എബനേസർ മാർത്തോമ്മ ഇടവക എൻ്റെ ഒരു വീടാണ്. 2008 മുതലുള്ള 2011 വരെയുള്ള ആ കാലഘട്ടം, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ
അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ച് അറിഞ്ഞ ദിനങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു ദിവസം എൻ്റെ പിതാവ് ഇവിടെ വന്നപ്പോൾ, അന്ന് നമ്മുടെ പഴയ പള്ളി ഇവിടെയുണ്ട്. അത് സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് അന്ന് തുറന്നു നൽകിയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ ഒരു ശിലാഫലകം കണ്ടു. അതിൽ നമ്മുടെ ഇടവക രൂപപ്പെട്ടത് 1927 ജൂലൈ മാസം 27-ാം തീയതിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പിതാവ് കണ്ടു. അപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, അച്ചായൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിനത്തിലാണ് ഈ പള്ളി ഇവിടെ കൂദാശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവിനും ഈ ദേവാലയത്തോട് ഒരു നല്ല ബന്ധവും അടുപ്പവും ഉണ്ടായിരുന്നു. തൻ്റെ ജന്മദിനത്തിൽ ഒരു ദേവാലയം കൂദാശ ചെയ്യുകയും ആ ദേവാലയത്തിൽ വരുവാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനുമൊക്കെ സാധ്യമായ ആ സന്തോഷകരമായ അനുഭവങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അച്ഛൻ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ നൽകിയ ഒന്നാണത്. ഇന്ന് എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ സെൻറ്റിനറിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ 96-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ഇടവകയുടെ കഴിഞ്ഞ കാലങ്ങളിലെ വളർച്ചയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എത്ര നന്മകൾ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത്ര സുന്ദരമായ ഒരു ദേവാലയം നിർമ്മിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയ ആ വലിയ കൃപകളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഇടവകയ്ക്ക് നേതൃത്വം നൽകിയ സഭാപിതാക്കന്മാരെയും അതുപോലെ തന്നെ വന്യ വൈദികരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. തുടർന്നുള്ള നാളുകളിൽ അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സക്കറിയ ജോൺ അച്ഛൻ്റെ മകൻ സ്റ്റാൻലി അച്ഛൻ ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഒരു നല്ല മിഷണറിയായി അവിടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ഇടവകയായി ഈ ദേശത്തിന് അനുഗ്രഹങ്ങൾ നൽകുക, അതാണ് നമ്മളിൽ നിന്നും സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട
രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ നിങ്ങൾ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. പ്രിയ ദൈവമക്കളെ, ഈ ഒരു വലിയ അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. We are called by the Almighty God and we are chosen by the Almighty God. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതാണ് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യേകത. We are called and we are chosen. നമ്മൾ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. എന്തിനു വേണ്ടിയാ? അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാനാണ്. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുക. അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഏവങ്കേലിയോൻ ഭാഗമായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം, അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ദിസ് ഈസ് ദ പ്രോമിസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ലോക അവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ എല്ലാ നാളും എന്ന ആ വാക്കിൻ്റെ അവിടെ നമ്മൾ വേദപുസ്തകത്തിൽ ഒരു റൗണ്ട് വരയ്ക്കണം. എല്ലാ നാളും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങളിലും വേദനാജനകമായ അനുഭവങ്ങളിലും രോഗത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും ആകുലതകളിലും വേദനകളിലും വിജയത്തിലും പരാജയത്തിലും എല്ലാ നാളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ എല്ലാ നാളും എന്ന വാക്ക് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ദ പ്രോമിസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാ നാളും എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും വേദനകളിലും വിജയത്തിലും പരാജയത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒറ്റപ്പെടലുകളിലും എല്ലാം കൂടെ ഇരിക്കുന്ന കർത്താവ്. ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മളെപ്പോഴും യാത്ര ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ വായിച്ച വിശുദ്ധ ഏവങ്കേലിയോൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. I will not leave you as orphans. I will come unto you. You live because I liveth. ഈ ഒരു അനുഭവമാണ്
നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ടത് കർത്താവിൻ്റെ വാഗ്ദത്തമാണത്. ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തമാണ്. ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് നൽകിയ വാഗ്ദത്തമാണത്. അതെ, അത് കർത്താവ് ശിഷ്യന്മാർക്ക് മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നൽകുന്ന വാഗ്ദാനമാണ്, വാഗ്ദത്തമാണ്. ഞാൻ പറയും, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം ആ കർത്താവിൻ്റെ പ്രോമിസാണ്. I will not leave you as orphans. I will come unto you. You live because I liveth. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. 14 അധ്യായം കഴിയുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം കഴിയുമ്പോൾ 15 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഫലം കായ്ക്കേണ്ടവരാണ്. Your life has to be a fruitful one. അവിടെ കർത്താവ് പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. മുന്തിരിവള്ളി കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. കർത്താവ് ഫലദായകമായ ജീവിതത്തിനു വേണ്ടി നമ്മൾക്ക് നൽകുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്: എന്നിൽ വസിക്കണം. അബൈഡ് ഇൻ മീ. അതാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. സെന്റിനറി സെലിബ്രേഷൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ എല്ലാവിധമായ മനുഷ്യോന്മുഖമായ പ്രവർത്തനങ്ങൾ എല്ലാം കർത്താവിൽ കേന്ദ്രീകൃതമായിരിക്കണം. അതുകൊണ്ട് കർത്താവ് അത് ആവശ്യപ്പെടുന്നത്. അബൈഡ് ഇൻ മീ. നിങ്ങൾ എന്നിൽ വസിക്കുക. രണ്ടാമതായി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: യു ഷുഡ് അബൈഡ് ഇൻ മൈ വേർഡ്. എൻ്റെ വചനത്തിൽ വസിക്കണം. ദൈവവചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. തീർച്ചയായും ഞാനത് 100-110% വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ജീവിതയാത്രകളിൽ എന്നെ ഇത്രത്തോളം നിലനിർത്തിയത് ആ ദൈവവചനത്തിൻ്റെ ശക്തിയും ബലവുമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കണം. ഇനി അടുത്തത് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഫലം കായ്ക്കണമെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. യു ഹാവ് ടു അബൈഡ് ഇൻ മൈ ലവ്. എൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പരസ്പര സ്നേഹം പങ്കിടുവാൻ കഴിയുന്നത്. പ്രിയ ദൈവജനമേ, എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഈ ഇടവകയിൽ നിന്നും ഞാൻ അനുഭവിച്ച സ്നേഹം, കരുതൽ, അതൊക്കെ അതുല്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് അതുല്യമാണ്. ഇപ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാനത് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ശുശ്രൂഷകളെ
ഇപ്രകാരം മുൻപോട്ട് നയിപ്പാൻ കഴിയുന്നത്. പ്രിയ ദൈവജനമേ, ഞാൻ നിർത്തുകയാണ്. 100ാമത് വാർഷികം ഇടവകയായി ആഘോഷിക്കുമ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത് പോലെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ നിങ്ങൾ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ഞാൻ പറയും, ഇന്ന് ഈ ഇടവകയിലെ വിശ്വാസ സമൂഹം, ഓരോ കുടുംബങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര കരുണയും ദയയും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു. നമ്മൾ ആഗ്രഹിച്ചതിലും നനയ്ക്കുന്നതിലുമൊക്കെ അധികമായി നമ്മളെ പരിപാലിച്ചു. നമ്മുടെ തലമുറകളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് 100ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ഇടവകയുടെ തുടർന്നുള്ള നാളുകളിൽ, ദൈവമേ, നീ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. നിന്നോട് കൂടെ നിന്നിൽ വസിച്ച്, നിന്റെ വചനത്തിൽ വസിച്ച്, നിന്റെ സ്നേഹത്തിൽ വസിച്ച്, അന്ധകാര നിബിഡമായ ലോകക്രമങ്ങളിൽ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സെന്റിനറി സെലിബ്രേഷൻസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിൻ്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് വർഗീസ് മാമനും തുടർന്നുള്ള നാളുകളിൽ, തൻ്റെ ശുശ്രൂഷ നാളുകളിൽ, ഇടങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസായി പ്രവർത്തിക്കുന്ന പ്രിയ ശോഭ അന്നമ്മ ഈപ്പൻ നമ്മുടെ ദേശത്തിന് തന്നെ അനുഗ്രഹമാണ്. തുടർന്നുള്ള നാളുകളിൽ ഏറ്റവും നന്മ നമ്മുടെ ദേശത്തിന് അനുഭവിപ്പാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മാത്യു കെ ജാക്സൺ അച്ഛൻ നമ്മുടെ ഇടവകയ്ക്ക് നൽകുന്ന നേതൃത്വം തുടർന്നുള്ള നാളുകളിലും ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.